ഋത്തിക്, ഈ വേദിയിലേക്ക് താങ്കൾക്ക് ഹാർദമായ സ്വാഗതം. താങ്ക് യു. അപ്പോൾ പിച്ച് ചെയ്യാൻ റെഡിയാണല്ലോ? തീർച്ചയായും. ഓക്കെ, ഗുഡ് ലക്ക്. നമസ്കാരം ടൈറ്റൻസ്. നമസ്കാരം. എൻ്റെ പേര് ഋത്വിക് യാദവ്. ഞാനൊരു കമ്പനിയുടെ ഫൗണ്ടറാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു പറക്കുന്ന യന്ത്രമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ആകാശത്ത് പറക്കുന്നത് മാത്രമല്ല, ഒപ്പം രാജ്യത്തിന്റെ ചിന്തകളെ വേറെ തലത്തിൽ എത്തിക്കുകയും ചെയ്യും. ടൈറ്റൻസ്, നിങ്ങൾ ഡ്രോൺ ധാരാളം കണ്ടു കാണും. പക്ഷേ എപ്പോഴെങ്കിലും ഡ്രോണും എയറോപ്ലെയിനും ചേർന്നിട്ടുള്ള ഒരു രൂപം കണ്ടിട്ടുണ്ടോ? ഐ ഗസ് ചിലപ്പോൾ കണ്ടു കാണില്ല. സോ ലെറ്റ്സ് മീ ഇൻട്രൊഡ്യൂസ് ടു യു കഗേശ്വര അക്ക കെ വായു. സോ ടൈറ്റൻസ്, ഇതാണ് ഇന്ത്യയിലെ ടിൻ ടോട്ട് മെക്കാനിസം, ഹൈബ്രിഡ് EV കോൺസെപ്റ്റ്. ഇത് ഹെലികോപ്റ്ററിനെ പോലെ ടേക്ക് ഓഫും എയറോപ്ലെയിനെ പോലെ പറക്കുകയും ചെയ്യും. ഇത് 100% ഇലക്ട്രിക് ആണ്. ഇത് വളരെ സൈലന്റ് ആണ്. അതുകൊണ്ട് തന്നെ മറ്റ് പക്ഷികളൊന്നും പേടിക്കേണ്ട. ടൈറ്റൻസ്, ഇപ്പോഴും ഇന്ത്യയിലെ കുറെ റിമോട്ട് ഏരിയസ് ഉണ്ട്. ബോർഡർ ഔട്ട്പോസ്റ്റുകൾ, ലോജിസ്റ്റിക് ഒക്കാറ്റിക്കൽ സപ്ലൈകൾ എത്തിക്കുവാൻ മണിക്കൂറുകൾ വേണ്ട അവസ്ഥയാണ്. എന്തിന്, ഫ്ലഡഡ് ഏരിയകളിൽ പോലും ഫുഡുകൾ എത്തിക്കണമെങ്കിൽ ഒരുപാട് ഡിലേ ആവുന്നു. കാരണം ഈ ദുരന്തബാധിത പ്രദേശങ്ങളിൽ ബോർഡർ ഔട്ട്പോസ്റ്റ് ഇവിടേക്കുള്ളത് ഒരു ഒറ്റ പ്രശ്നങ്ങളാണ്. അതെന്താണ്? ഗ്രൗണ്ടിലുള്ള വാട്ടർ ലെവൽ. ഗഗേശ്വര എന്ന eVTOL ഇൻസൈഡർ ട്രഡീഷണൽ മെത്തേഡ് കൊണ്ട് ഇതിന് 2 ഇരട്ടി വേഗതയുണ്ട്. ഇനി ലഡാക്കിലെ ഹിൽസ് ആവട്ടെ, സുന്ദർബനിലെ ഐലൻഡ്സ് ആവട്ടെ, ഇതിന് റൺവേസ് ഒന്നുമില്ലാതെ അവിടെ ലാൻഡ് ചെയ്യാൻ പറ്റും. eVTOL മീൻസ് ഇലക്ട്രിക്കൽ വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് VTOL എന്ന് വെച്ചാൽ ഏത് സ്ഥലത്തുനിന്നും പറക്കും, ഉടൻ തന്നെ എത്തേണ്ടിടത്ത് എത്തും. ടൈറ്റൻസ്, ഇന്ന് ഇപ്പോൾ കൂടുതൽ ഡ്രോണുകൾ GPS ഉണ്ടായിട്ടും വഴിമറന്നു പോകുന്ന അവസ്ഥയാണ്. പക്ഷേ ഞങ്ങൾ ഉണ്ടാക്കിയ GPS ഡിനൈഡ് നാവിഗേഷൻ സിസ്റ്റം നമ്മുടെ eVTOLന് ചിന്തിക്കാനുള്ള കഴിവ് നൽകുന്നു. എന്ന് വെച്ചാൽ ഒരു വലിയ വെള്ളച്ചാട്ടത്തിലോ അല്ലെങ്കിൽ കാട്ടിൽ പെട്ടു കഴിഞ്ഞാൽ ഉടനെ അതിന്റെ കാപ്പബിലിറ്റി എൻഹാൻസ് ചെയ്ത്, അതായത് അതിന്റെ ഓൺബോർഡ് സെൻസേഴ്സ് വഴി, എന്ന് വെച്ചാൽ ഏത് തരം സിറ്റുവേഷനിലും അത് സ്വയം ഉണർന്ന് പ്രവർത്തിക്കും ഫോർ എനി ഒക്കേഷൻ. ഈ ടെക്നോളജി നമുക്ക് പല സ്ഥലത്തിലും പ്രയോജനപ്പെടുത്താൻ പറ്റും. ലോജിസ്റ്റിക്സിലും ഡിഫൻസിലും ബോർഡർ ഔട്ട്പോസ്റ്റ് സപ്ലൈയിലും എല്ലാത്തിലും. ലോജിസ്റ്റിക്, ആമോ, ബോംബ്, ഒപ്പം ഡ്രോപ്സ്, ഫ്ലഡുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ സപ്ലൈയിലും ഡിസാസ്റ്റർ ലീഫിലും അതുപോലെ തന്നെ ഹൈ ആൾട്ടിറ്റ്യൂഡിലും ആൻഡ് ഡോക്ടറി സോൺസിലും അവിടെ എത്താനും ഇതിന് സാധിക്കും. ടൈറ്റൻസ്, നമ്മളൊരു eVTOL പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നത് മാത്രമല്ല ചെയ്തിരിക്കുന്നത്, നമ്മൾ നമ്മുടെ രാജ്യത്തിന്റെ അടുത്ത ഡിഫൻസ് ലോജിസ്റ്റിക് ഇൻഫ്രാസ്ട്രക്ചറിനെ ഒക്കെ ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. ഈ യാത്രയിൽ നിങ്ങളും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. അതിലൂടെ ഈ eVTOL വെറും പ്രൊഡക്റ്റ് അല്ല, ഒരു പ്രൊട്ടക്റ്റഡ് പവറും കൂടിയാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ 1.2 CR ഫോർ 6.5% ഈക്വിറ്റി പ്രതീക്ഷയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ടൈറ്റൻസ്, നിങ്ങളിൽ ആരായിരിക്കും ഞങ്ങളുടെ കൂടെ കൈകോർത്ത് ഭാരതത്തിന്റെ അടുത്ത കൊതിപ്പ്? അപ്പോൾ നമുക്ക് കഗേശ്വരയുമായിട്ട് മുന്നോട്ട് പോകാം. ഇതിവിടെ ആദ്യമായിട്ട് സംഭവിക്കുകയാണ്. അതായത് പിച്ചിന്റെ അവസാന ലൈന് മുഴുമിക്കുന്നതിന് മുന്നേ ഇവിടെ ബസർ അമർത്തി. നോക്കൂ, ഞാൻ അങ്ങനെ ഒരു സാധാരണ ഇൻവെസ്റ്റർ അല്ല. അതായത് ദൂരെ നിന്ന് തന്നെ എനിക്കൊരു ഇൻവെസ്റ്റർ തിരിച്ചറിയാൻ പറ്റും. വളരെ നല്ലൊരു ഐഡിയ ആണ്. എനിക്ക് പിന്നെ ഇൻഡസ്ട്രിയെ കുറിച്ച് കുറച്ചൊക്കെ അറിയാം. അതുകൊണ്ടാണ് ഞാൻ അറിയാതെ ബസർ അടിച്ചു പോയത്. അർച്ചന മാഡം, വിരോധമൊന്നുമില്ലെങ്കിൽ ഞാൻ മാർക്കറ്റ് ഡിമാൻഡ് ഒന്ന് ചെക്ക് അയ്യോ, ചെയ്തോട്ടെ. അതൊക്കെ ഓഫറുകൾ എന്ത് അതിനുശേഷം വേണം നിങ്ങൾ വെക്കാം. ചെയ്തോളൂ, അതിലൊന്നും ഒരു കുഴപ്പമില്ല. അത് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. കാരണം ഇങ്ങനത്തെ ഒരു ടെക്നോളജി നമ്മുടെ യങ്സ്റ്റേഴ്സ് മനസ്സിലാക്കുക എന്ന് പറയുന്നത് അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള പ്രോഡക്ട്സും ഇങ്ങനെയുള്ള സ്റ്റാർട്ടപ്സും ഉണ്ടല്ലോ, ഇന്ത്യയിൽ വളരെ അത്യാവശ്യമാണ്. എന്തായാലും ആദ്യം നിങ്ങളെക്കുറിച്ച് തന്നെ ഒന്ന് പറയൂ ഋത്തിക്. ഞാൻ ജയ്പൂരിൽ നിന്നാണ് വരുന്നത്. പിന്നെ എൻ്റെ പഠിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബാച്ചിലറും മാസ്റ്ററൊക്കെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഈ കഗേശ്വരയുടെ ജേർണി അവിടെ നിന്നാണ് തുടങ്ങിയത്. നിങ്ങൾ ഈ ഐഡിയ ബാസിന്റെ വേദിയെക്കുറിച്ച് എങ്ങനെയാണ് അറിഞ്ഞത്? ഞങ്ങളൊരു 2 വർഷമായിട്ട് ഈ ഐഡിയയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം ബേസിക്കലി ഞങ്ങളൊരു സൈലന്റ് മോഡിലാണ് കാര്യങ്ങളൊക്കെ ചെയ്തത്. പിന്നെ ഇപ്പോഴാണ് ഒരു റൈറ്റ് ടൈം എന്ന് തോന്നുന്നു. കമേഴ്ഷ്യൽ ഓപ്പറേഷന് വേണ്ടി ഈ പ്രോഡക്റ്റ് ഞങ്ങൾ കമേഴ്ഷ്യൽ ഡിഫൻസിന് യൂസ് ആവുന്ന രീതിയിൽ കൊണ്ടുവരും. സോ ഐഡിയ വാസ് ഫോർ ദ ഗ്രേറ്റ് പ്ലാറ്റ്ഫോം ഫോർ ആസ് ടു ഷോക്കേസ് ദാറ്റ് ഹൗ ടെക്നോളജി ഫോർ ദാറ്റ് വെരി ഫസ്റ്റ് ടൈം. അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഈ ടീം ടോട്ടൽ സംതിങ് വിച്ച് ഈസ് സീ ഹിയർ വിത്ത് മീ. The router is everything.